സ്കെലർ സിൻഡ്രോം എന്നാൽ ലോ എർത്ത് ഭൂമി ഓർബിറ്റിൽ, അതായത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ബഹിരാകാശ മാലിന്യങ്ങൾ നിറഞ്ഞ് കൂട്ടയിടി സംഭവിപ്പിച്ചേക്കാമെന്ന ഹൈപ്പോതെസിസ് ആണ്. എന്നാൽ സ്കെലർ സിൻഡ്രോം യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് എന്ന വാദങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് സ്കെലർ സിൻഡ്രോം? അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ശാസ്ത്രജ്ഞരായ ഡൊണാൾഡ് ജെ സ്കെലറും ബർട്ടർ ജി കോർപ്ലൈസും 1978 നിർദ്ദേശിച്ച ഒരു ബഹിരാകാശ സാഹചര്യമാണ് സ്കെലർ സിൻഡ്രോം. സ്കെലർ ഇഫക്റ്റ് എന്നൊരു പേരുകൂടി ഇതിനുണ്ട്. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെയും മറ്റ് ബഹിരാകാശ വസ്തുക്കളുടെയും ആധിക്യം കാരണമുള്ള കൂട്ടയിടി സാഹചര്യമാണ് സ്കെലർ സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. ലോ എർത്ത് ഓർബിറ്റിലെ ബഹിരാകാശ മാലിന്യങ്ങളുടെ അമിത സാന്ദ്രത കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ബഹിരാകാശ ദൗത്യങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും വരെ ഭീഷണിയാവുമെന്ന് ഈ സ്കെലർ സിൻഡ്രോം സിദ്ധാന്തം പ്രകാരം അനുമാനിക്കുന്നുണ്ട്. കാലാവധി കഴിഞ്ഞ 3500 സാറ്റലൈറ്റുകൾ സഹിതം 14,000-ലേറെ കൃത്രിമ ഉപഗ്രഹങ്ങളും ചിന്നിച്ചിതറിയ 120 ദശലക്ഷം കഷ്ണം അവശിഷ്ടങ്ങളുമാണ് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ബഹിരാകാശ മാലിന്യങ്ങളുടെ ആധിക്യം ലോ എർത്ത് ഓർബിറ്റിലെ ഉപഗ്രഹങ്ങൾ അടക്കമുള്ളവയുടെ ആയുസ്സിന് ഭീഷണിയോ എന്ന ആശങ്ക ഇപ്പോൾ ഒരു വിഭാഗം ഗവേഷകർ ഉയർത്തുന്നുണ്ട്. 8102 കിലോഗ്രാം ഭാരമുള്ള ഭീമാകാരമായ നിഷ്ക്രിയ ഉപഗ്രഹം എൻവിസാറ്റ് ഇത്തരത്തിൽ വലിയ ബഹിരാകാശ ഭീഷണി സൃഷ്ടിക്കുന്ന മാലിന്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഭൂമിയിൽ നിന്ന് 785 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് എൻവിസാറ്റിന്റെ സഞ്ചാരം. ഈ ഉപഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങൾ 150 വർഷത്തേക്ക് ബഹിരാകാശത്ത് നിലനിന്നേക്കാമെന്നാണ് ഡോൺ സ്കെലർ 2012 പ്രവചിച്ചത്. സ്കെലർ സിൻഡ്രോം എന്ന ഈ അവസ്ഥ ഭൂമിയിലെ ഇന്റർനെറ്റ്, ഫോൺ സേവനങ്ങൾ, ടെലിവിഷൻ, ബഹിരാകാശ ദൗത്യങ്ങൾ എന്നിവ ഇല്ലാതാക്കിക്കൊണ്ട് ആഗോള ആശയവിനിമയങ്ങൾക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നു. ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ അളവ് ഭയാനകമായ തോതിൽ ഉയരുന്നതിനാൽ തന്നെ അടിയന്തര സാഹചര്യമാണെന്ന് നാസ തന്നെ പറയുന്നുമുണ്ട്. 14,000-ലേറെ സാറ്റലൈറ്റുകൾ, 120 ദശലക്ഷം അവശിഷ്ടങ്ങൾ ബഹിരാകാശത്ത് ആശങ്കയുടെ ട്രാഫിക് ജാമാണ്. 1978 ഡൊണാൾഡ് കെ സ്കെലറും ബർട്ടർ ജി കോർപ്ലൈസും മനസ്സിൽ കണക്കുകൂട്ടിയ ഹൈപ്പോതെസിസ് മാത്രമായിരുന്നു സ്കെലർ സിൻഡ്രോം എങ്കിൽ ഈ ബഹിരാകാശ സാഹചര്യത്തെക്കുറിച്ചിട്ടുള്ള ഭയം ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഇപ്പോൾ സജീവമായി കഴിഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ. സ്കെലർ സിൻഡ്രോം സംജാതമായോ എന്നതിന് സ്ഥിരീകരണമില്ലെങ്കിലും ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ വർദ്ധിക്കുന്നത് പ്രവർത്തനനിരതമായ സാറ്റലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ഭാവി ബഹിരാകാശ പര്യവേഷണങ്ങൾക്കും കനത്ത ഭീഷണിയാണ്. സാറ്റലൈറ്റുകളിൽ കൂട്ടിയിടി സംഭവിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വരെ വിച്ഛേദിക്കപ്പെട്ടേക്കാം. ബഹിരാകാശ മാലിന്യങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ വലിയ ഭീഷണിയാകുമെന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടി കെനിയയിൽ നിന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതോ ബഹിരാകാശ റോക്കറ്റിൻ്റെത് എന്ന് കരുതുന്ന കൂറ്റൻ ലോഹ വളയം മണ്ണിൽ പതിച്ചതിന്റെ ഞെട്ടലിലാണ് കെനിയയിലെ മുക്കുക്കു ഗ്രാമവാസികൾ. ഈ ലോഹകഷ്ണത്തെക്കുറിച്ച് കെനിയൻ സ്പേസ് ഏജൻസി അന്വേഷണം ആരംഭിച്ചു. ഏകദേശം 2.5 മീറ്റർ വ്യാസവും 500 കിലോഗ്രാം ഭാരവുമുള്ള കൂറ്റൻ ലോഹ വളയം കെനിയയിൽ ആകാശത്ത് പതിച്ചതായി കെനിയ സ്പേസ് ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2024 ഡിസംബർ 30-നാണ് ഈ ലോഹ വളയം കെനിയയിലെ മുക്കുക്കു ഗ്രാമത്തിൽ പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പതിക്കുന്നത്. ഇതൊരു ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ സെപ്പറേഷൻ റിംഗ് ആണെന്നാണ് കെനിയ ബഹിരാകാശ ഏജൻസിയുടെ പ്രാഥമിക നിഗമനം. വിക്ഷേപണത്തിന് ശേഷം ഭൂമിയിൽ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ കത്തിത്തീരുന്ന രീതിയിലോ കടൽ പോലെയുള്ള ആൾതാമസമില്ലാത്ത ഇടങ്ങളിൽ പതിക്കുന്ന രീതിയിലോ ആണ് ഇവ സാധാരണയായി രൂപകൽപ്പന ചെയ്യാറ്. ഈ ലോഹവളയം ഭൂമിയിൽ പതിച്ചത് അസാധാരണ സംഭവം തന്നെയാണ്. രാജ്യാന്തര ബഹിരാകാശ നിയമങ്ങളുടെ ചട്ടക്കൂട് അനുസരിച്ച് ഈ സംഭവം അന്വേഷിക്കുമെന്നും ഏജൻസി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. വിശദ പരിശോധനകൾക്കായി ലോഹവളയം വീണ പ്രദേശം കെനിയൻ സ്പേസ് ഏജൻസിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ബഹിരാകാശ മാലിന്യമല്ല എന്ന തർക്കവും സജീവമായി ഒപ്പം തന്നെയുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ചൂടായതിന്റെ യാതൊരു അടയാളവും ഈ ലോഹവളയത്തിന് കാണുന്നില്ലെന്നാണ് വാനനിരീക്ഷകനായ ജൊദാനൻ മക്ഡൊവെല്ലിന്റെ അഭിപ്രായം. അതേസമയം ബഹിരാകാശ അവശിഷ്ടങ്ങൾ യാതൊരു കേടുപാടുമില്ലാതെ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകൾക്കും പ്രാധാന്യമുണ്ട്. 47,000-ലധികം ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ കഷ്ണങ്ങളും ചെറുതും കണ്ടെത്താത്തതുമായ ദശലക്ഷക്കണക്കിന് അവശിഷ്ടങ്ങളും ഭ്രമണപഥത്തിലുണ്ടെന്നാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഭ്രമണപഥത്തിൽ ഇവയുടെ സഞ്ചാരം അതിവേഗത്തിലാണ്. ഇവയിലെ ചെറിയ കഷ്ണങ്ങൾ പോലും ബഹിരാകാശ വാഹനങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും കേടുപാടുകൾ വരുത്താൻ സാധ്യത ഏറെയുമാണ്. സജീവമായി ഉണ്ടായിരുന്ന ഒരു ഇറിഡിയം കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹവും പ്രവർത്തനരഹിതമായ റഷ്യൻ കോസ്മോസ് ഉപഗ്രഹവും തമ്മിലുള്ള കൂട്ടിയിടി വൻതോതിൽ അവശിഷ്ടങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഉപഗ്രഹങ്ങളും അവശിഷ്ടങ്ങളും തമ്മിൽ നിരവധി കൂട്ടിയിടികൾ 2023 റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതെല്ലാം വലിയ തോതിലുള്ള സ്കെലർ സിൻഡ്രോം അവസ്ഥയ്ക്ക് കാരണമായേക്കാം.